അടച്ചുറപ്പുള്ള സ്വന്തം കിടപ്പാടമുള്ളവർക്ക് മഴ ഒരു നൊസ്റ്റാൾജിയാണ്. പഴയ ഓർമ്മകളെ തൊട്ടുണർത്തുന്ന മൃദുലമായൊരു സംഗീതം. പക്ഷേ മഴ തന്റെ മക്കളുടെ ഉറക്കം കെടുത്താതിരിക്കാനാണ് മഞ്ജു ഓരോ രാത്രിയും പ്രാർത്ഥിച്ചത്. മഴയെ ഭയന്നുണരാത്ത മക്കൾക്ക് വേണ്ടി ഒരമ്മ കണ്ടൊരു സ്വപ്നമാണിത്. ഉറക്കം കെടുത്തിയ രാത്രികളും നമ്മൾക്ക് എന്നാണമ്മേ ഒരു വീടുണ്ടാകുക എന്ന മക്കളുടെ ചോദ്യങ്ങളും തെല്ലൊന്നുമല്ല മഞ്ജുവിനെ അസ്വസ്ഥയാക്കിയത്. ഭയവും പ്രതീക്ഷയും ചേർന്ന ആ സംശയങ്ങൾ അവളുടെ ഹൃദയത്തെ കീറിയൊഴുക്കി. മഞ്ജുവും മക്കളായ ജീവയും ജസ്ലിനും മഞ്ജുവിന്റെ സഹോദരിക്കും പെൺമക്കൾക്കുമൊപ്പം വാടക വീട്ടിലായിരുന്നു താമസം. കാലത്തെ പേടിക്കാതെ അടച്ചുറപ്പുള്ള സുരക്ഷിതമായൊരു വീട് എന്ന സ്വപ്നം ഒന്നിച്ചവർ നെയ്തെടുത്തു. കാലത്തിന്റെ കഠിനതയോട് ഏറ്റുമുട്ടി അവർ ഒരുമിച്ചു തീർത്ത ആ സ്വപ്നത്തിന് ആഴവും പരപ്പും കൂടുതലായിരുന്നു. ഞാൻ ആദ്യം തറവാട്ടിൽ അമ്മയുടെ ചാച്ചനോടെയായിരുന്നു. അമ്മ ചാച്ചൻ മാറ്റിന് ശേഷം ഞങ്ങൾ തന്നെ ഉണ്ടായിരുന്നുള്ളൂ അവിടെ. അപ്പം അടച്ചുറപ്പില്ലാത്ത വീടായിരുന്നു. മഴയത്ത് ഓടൊക്കെ പൊട്ടിയതായതുകൊണ്ട് ചോർച്ചയുണ്ട്. പിന്നെ അടുത്തൊക്കെ അപ്പുറം ഇപ്പുറക്കെല്ലാം കാടാണ്. വേറെ ആൾക്കാരെ പുറപ്പാട് ആ തെളിക്കലൊന്നുമില്ല. പിന്നെ വാതിൽ ജനല് അതൊന്നുമില്ല വീട്ടില്. അതുകൊണ്ട് സുരക്ഷിതമല്ല അവിടെ. തന്നെയല്ലേ ഉള്ളൂ. അങ്ങോട്ട് അവർക്ക് പേടിയൊക്കെയായിരുന്നു. അപ്പോൾ ഞങ്ങൾ വാടകയ്ക്ക് പോയി. ആദ്യം അങ്ങാടി ടൗണിൽ തന്നെ ഒരു വാടക വീടായിരുന്നു. പിന്നെ വാടക 3500 അങ്ങോട്ടായിരുന്നു വാടക അവിടെ. പിന്നെ വാടക കൊടുക്കാൻ ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ ചേച്ചിയൊക്കെ താമസിക്കുള്ളൂ. ചേച്ചിയും പിള്ളേരും മാത്രമേ ഉള്ളൂ ഇവിടെ. അപ്പം ഞാൻ ഇവരോടൊപ്പം പോകുന്നത് ഇങ്ങോട്ട്. 12 വർഷക്കാലമായി അങ്ങാടിക്കടവിലെ ഫാൻസി കടയിൽ ജീവനക്കാരിയായ മഞ്ജുവിന് ഒറ്റയ്ക്ക് കൂട്ടിയാൽ കൂടുന്നതായിരുന്നില്ല സ്വന്തം വീടെന്ന സ്വപ്നം. തന്റെ സാഹചര്യങ്ങളെ അടുത്തറിയുന്ന പൊതുപ്രവർത്തകനായ ഷിബോ അഗസ്റ്റിൻ കൊച്ചുവേലിക്കകത്തിനോട് തന്റെ അണയാത്ത ആഗ്രഹം പങ്കുവെച്ചതാണ് മഞ്ജുവിന്റെ സ്വപ്നത്തിലേക്കുള്ള ആദ്യ ചുവടായത്. വീട് എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ഒരു സ്വപ്ന സാക്ഷാത്കാരമാണ്. 2 വർഷം മുമ്പ് ഇതുപോലൊരു വീട് പണിയിൽ പങ്കുചേരാൻ സാധിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് മഞ്ജു എന്ന ആൾ എന്നെ സമീപിക്കുകയും വീടിന് ആവശ്യമായ സ്ഥലം എങ്ങനെ കണ്ടെത്തുമോ എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഡോക്ടർ ജോ തോമസിനെ ബന്ധപ്പെടുകയും ഡോക്ടർ ജോ തോമസ് 5 സെൻറ്റ് സ്ഥലം തരാമെന്ന് പറയുകയും അപ്പോൾ അതിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഡോൺ ബോസ്കോ കോളേജിനെ ബന്ധപ്പെടുകയും പ്രിൻസിപ്പാൾ ഫ്രാൻസിസ് അച്ഛനെ സമീപിച്ചപ്പോൾ അച്ഛൻ അതിന് വേണ്ട സഹായം ചെയ്തു തരാമെന്ന് പറയുകയും ചെയ്തു. പാർപ്പിടം എന്ന് പറയുന്നത് ഇല്ലാത്ത ഒരു നമ്മുടെ ഈ മേഖലയിൽ ഇല്ലാണ്ടിരിക്കുക, എല്ലാവർക്കും ഭവനം എന്ന രീതിയിൽ നമ്മളെ പറ്റുന്ന ഒരു സഹായം ചെയ്യുക, അതിനുവേണ്ടി സമയം കണ്ടെത്തുക. വീട് വെക്കാൻ സ്ഥലം വേണം, എന്തു ചെയ്യണമെന്നുള്ള ആലോചനകൾ എത്തി നിന്നത് ഡോക്ടർ ജോ തോമസിന്റെ മുന്നിലാണ്. പൊതുജനാരോഗ്യത്തെക്കുറിച്ച് പഠന ഗവേഷണങ്ങൾ നടത്തുന്ന അദ്ദേഹം താൻ ജനിച്ചു വളർന്ന നാടിനോടുള്ള അങ്ങാടിക്കടവിനോടുള്ള സ്നേഹത്തിൽ ചാലിച്ച് നൽകിയതാണ് മഞ്ജുവിന്റെ സ്നേഹവീടിനായി 5 സെന്റ് സ്ഥലം. ഞാൻ ജനിച്ചതും വളർന്നും പഠിച്ചു ഇവിടെയാണ്. അപ്പം ഇതെൻ്റെ കോൺട്രിബ്യൂഷൻ ബാക്ക് ടു സൊസൈറ്റി. കുറച്ച് ആൾക്കാർ എന്നോട് വന്നിട്ട് ചോദിച്ചു, ഇങ്ങനെ ഒരു വീടില്ലാത്തൊരു കുടുംബത്തിന് വീട് വെക്കാൻ സ്ഥലം കൊടുക്കാമെന്ന് ചോദിച്ചിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ അതിന് വേണ്ടി ഒരു സ്ഥലം കൊടുക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെയാണ് ഞാൻ ഈ പദ്ധതിയായിട്ട് വന്നത്. പിന്നെ അച്ഛനെ കണ്ടിട്ട് ഞാൻ ഡോൺ ബോസ്കോ വന്നിരുന്നതിനെ പറ്റിയും സംസാരിക്കാൻ പല പ്രാവശ്യം. അപ്പം അങ്ങനെ ഒരു പ്രസ്ഥാനത്തോട് പ്രവർത്തിക്കാൻ അവസരം കിട്ടിയതിൽ വളരെ സന്തോഷം. അങ്ങാടിക്കടവ് ഡോൺ ബോസ്കോ കോളേജിലെ 47, 72 നമ്പർ NSS യൂണിറ്റുകളുടെ 12ാമത്തെ സ്നേഹവീടാണിത്. മനസ്സ് നന്നാവട്ടെ. ഡോൺ ബോസ്കോ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് അങ്ങാടിക്കടവ് NSS യൂണിറ്റ് 47 and 72 അവിടെ ഏറ്റവും വൈറ്റൽ അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഐഡന്റിഫൈ ചെയ്യുന്ന ഒരു പദ്ധതിയാണ് സ്നേഹവീട് എന്ന് പറയുന്ന ഈ ഒരു പദ്ധതി. ഡോൺ ബോസ്കോ NSS വീടുകൾ നൽകുന്നത് ഏറ്റവും അർഹതപ്പെട്ട ആളുകൾക്ക് തന്നെയാണ്. ഇതിനായി NSS വോളണ്ടിയേഴ്സ് പലതരത്തിലുള്ള ധനസമാഹരണത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. കൂപ്പൺ വിറ്റഴിക്കുക, പായസ ചലഞ്ച്, കേക്ക് ചലഞ്ച്, ബക്കറ്റ് പിരിവ്, അതുപോലെയുള്ള ധനശേഖരണാർത്ഥം പല പല പരിപാടികൾ നടത്തിയാണ് നമ്മളുടെ വിദ്യാർത്ഥികൾ ഈ NSS സ്നേഹവീടിന് വേണ്ടിയുള്ള ഫണ്ട് ശേഖരിക്കുന്നത്. ഡോൺ ബോസ്കോയിലെ NSS യൂണിറ്റിനോടൊപ്പം നിർമ്മാണ സാമഗ്രികൾ നൽകി സഹായങ്ങളാൽ കൂടെ ചേർന്നവർ സ്വപ്ന സാഫല്യം വേഗത്തിലാക്കാൻ ആക്കം കൂട്ടി. ബ്ലാക്ക് റോക്ക് ക്രഷ് മാനേജ്മെൻറ്റിന് ഈ സമയത്ത് ഞാൻ നന്ദിയോട് ഓർക്കുന്നു. കാരണം അവരുടെ ആ നല്ല മനസ്സ്
ഈ വീടിന് ആവശ്യമായ എല്ലാ കൃഷി സംബന്ധമായ എല്ലാ മെറ്റീരിയലുകളും അവർ സൗജന്യമായി നമുക്ക് തന്ന് സഹായിച്ചു. അതേപോലെ റീന ടൈൽസ് അവരും പിന്നെ പ്രത്യേകിച്ച് അതിൻ്റെ ഓണർ ജിമ്മി ഇതിന് വേണ്ട ടൈലും മറ്റു കാര്യങ്ങളും തന്ന് സഹായിച്ചതാണ്. സാമൂഹ്യ സേവനം പ്രവൃത്തിയിലൂടെ കാട്ടിക്കൊടുക്കുകയാണ് നമ്മുടെ NSS വോളണ്ടിയേഴ്സ്. കൈയും മെയ്യും അറിഞ്ഞ് അവർ ഒന്നിച്ചിറങ്ങി മഞ്ജുവിന്റെ സ്വപ്ന ഭവനത്തിനായി. പ്രകൃതിക്ക് കിരീടം ചാർത്തിയ സുന്ദരമായ അയ്യൻകുന്ന് പഞ്ചായത്തിലെ അങ്ങാടിക്കടവ് അംഗൻവാടിയോട് തൊട്ടു ചേർന്ന് മഞ്ജുവിന്റെ സ്നേഹവീട് യാഥാർത്ഥ്യമായി. ഒത്തിരി സന്തോഷമുണ്ട്. സ്വന്തമായി ഇത് വീട് കിട്ടിയല്ലോ, അതുകൊണ്ട് ഒത്തിരി സന്തോഷമുണ്ട്. അതിന് പുറമെ നടന്ന ശിവചേട്ടന് ഒത്തിരി താങ്ക് പറയുന്നു. സാറിന് തന്ന സാറിന് ജോസാറിന് താങ്ക് പറയുന്നു. പിന്നെ പൈസ ഒന്ന് സഹായിച്ച എല്ലാവർക്കും ഡോൺ ബോസ്കോയിലും എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട്. അങ്ങാടിക്കടവ് സേക്രഡ് ഹാർട്ട് സ്കൂളിലെ 10ാം ക്ലാസ്സുകാരനായ ജീവയ്ക്കും ഇരിട്ടി പ്രകൃതി ഹയർ സെക്കൻഡറി സ്കൂളിലെ 12ാം ക്ലാസ്സുകാരി ജസ്ലിനും ധൈര്യമായി ഇനി കൂട്ടുകാരെ വീട്ടിലേക്ക് ക്ഷണിക്കാം. ഇരുവരും ഇനി പഠിച്ച് പറന്നുയരുന്നത് നമ്മുടെ ഈ സ്നേഹവീട്ടിൽ നിന്നാവട്ടെ. പണി കഴിഞ്ഞൊന്ന് ചാഞ്ഞുറങ്ങുമ്പോഴും പള്ളിക്കുടം വിട്ട് ഓടിയെത്തുമ്പോഴും ഈ സ്നേഹത്തിൽ പൊതിഞ്ഞ കൂടാരം അവർക്ക് സമാധാനമേകട്ടെ.